അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സുമ. ഞാൻ ആരോഗ്യപുരം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ തലയുടെ ഈ സൈഡിൽ ഭയങ്കരമായൊരു മുഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം ആദ്യ വെള്ളിയാഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറയുണ്ടായിരുന്നു ഇന്ന വ്യക്തിക്ക് സൗഖ്യം നൽകണം. അതുപോലെ ചങ്കിനകത്ത് ഇവിടെ വേദനയുള്ളൊരു വ്യക്തിക്കും പറഞ്ഞു. അപ്പോൾ അത് രണ്ടും എനിക്ക് തന്നെയാണെന്ന് ഞാൻ സമർപ്പിച്ചുകൊണ്ട് പോയി. പക്ഷേ എന്നാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തലയുടെ ഈ സൈഡ് എനിക്ക് ഭയങ്കരമായി വേദനയായിരുന്നു. ആ വേദനിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈശോയെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോയുടെ സഹനത്തോടൊപ്പം എന്നെ ചേർത്ത് വയ്ക്കണമേ, എനിക്കിത് ഡോക്ടറെ കാണാനോ ഒന്നും എനിക്ക് ഭയങ്കര പേടിയാണ്. അന്നേരം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അന്നേരം കൊണ്ട് കൈ സമർപ്പിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എനിക്കത് സൗഖ്യം കിട്ടുകയും അവിടുന്ന് വേദന വിട്ടുമാറുകയും ചെയ്തു. ഈശോയെ നന്ദി. ഈശോയെ നീരകം മാറി, മുഴ മാറി. ഇപ്പം മാറി. എനിക്ക് ഇല്ല. തലയ്ക്ക് നീരുണ്ടായിരുന്നു. മറ്റൊരു അസുഖം എന്താ? ചങ്കിനകത്ത് വേദന ഉണ്ടായിരുന്നു. രണ്ടും കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച എനിക്കുണ്ടായ എന്നെ അങ്ങ് തള്ളിയിടും പോലെയുള്ള പ്രശ്നം എനിക്ക് സൗഖ്യപ്പെട്ടത്. അന്നേരം ഞാൻ കുർബാന സ്വീകരിച്ച് അവിടെ പോയി ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കൈ ഭയങ്കരമായിട്ട് എനിക്ക് വിറയലായിരുന്നു. ഭയങ്കരമായിട്ട് വിറയൽ വന്നപ്പോൾ എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോള് നന്നപോയി പ്രാർത്ഥിക്കും ഈശോ എന്ന്. അന്നേരം ഞാൻ ഈശോയുടെ തിരുശരീരം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആ രൂപത്തിൽ നോക്കിയപ്പോൾ എനിക്ക് ശക്തമായി ഈശോയുടെ രക്തക്കറയാണ് എനിക്ക് കണ്ടിരുന്നത്. തിരുവോസ്തിയല്ല, അതിൽ രക്തപാടുള്ള അതാ കണ്ടിരുന്നത്. എനിക്ക് അവിടുന്ന് അന്നേരം എൻ്റെ ഈ ചങ്കിൽ നിന്ന് അവിടുന്ന് വിട്ടുമാറുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അല്ലെങ്കിൽ ആ സഹോദരി പറഞ്ഞൊരു കാര്യം അതാ, എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ പൈസയില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയതല്ലാതെ ഉള്ള മുഴകളോ നീർക്കെട്ടുകളോ വേദനകളോ പാടുകളോ ചൊറിച്ചിലുകളോ പരിശുദ്ധാത്മാവ് നീ എടുത്തു മാറ്റണമേ. അല്ലേലിയ. ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ അത്രയും അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ കാലഘട്ടം വളരെ ഡേഞ്ചറാണ്. രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ 2 ദിവസം മരുന്ന് കഴിച്ചിട്ട്. അന്നേരം ഡോക്ടർ എന്നോട് പറയുക ഒന്നും പറഞ്ഞില്ല, ഈ മരുന്ന് കൊണ്ട് മാറുന്നു പറഞ്ഞു. പുള്ളിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ആയുർവേദത്തെ പോയുള്ളൂ, വേറെയുള്ള ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞ് നീ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ പറയില്ലേ എന്ന് പറഞ്ഞ് ഈശോയെ സമർപ്പിച്ച് ഞാൻ ആ മരുന്നും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ശക്തമായ വേദന വന്നപ്പോഴും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ആ വെഞ്ചരിച്ച വെള്ളം എടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമായിരുന്നു. അങ്ങനെ എല്ലാം സൗഖ്യപ്പെട്ടിരിക്കുന്നു.